നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന ഒരു കേന്ദ്രമന്ത്രിയുണ്ട്. അയാളാണ് ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും വിഷണറി ആയിട്ടുള്ളൊരു മന്ത്രി. ഈ രാജ്യം മുഴുവൻ അങ്ങനെ ഈ പറഞ്ഞ ഗതാഗതത്തിന്റെ ഉപരിതല ഗതാഗതത്തിന്റെ മന്ത്രിയായതിനു ശേഷം എത്ര ഗംഭീരമായ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ത്യയിൽ കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള അശ്വിനി വൈഷ്ണവും നിതിൻ ഗഡ്കരിയും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള മത്സരം നടക്കുന്നുണ്ടോ എന്ന് തോന്നിപ്പോകും. കാരണം അവരുടെ മത്സരം എന്ന് പറയുന്നത് രാജ്യ പുരോഗതിക്കായി അവരുടെ വകുപ്പുകളിൽ എത്രത്തോളം സംഭാവന നൽകാൻ സാധിക്കും എന്നുള്ള മത്സരമാണ്. ആ കാര്യം പറയുന്നതിന് മുമ്പ് സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസ് പാർട്ടി തുടർച്ചയായി 30 വർഷം ഭരിച്ചിട്ടുണ്ട്. ഓർക്കണം, തുടർച്ചയായി 30 വർഷം. പിന്നെ വിവിധ ഘട്ടങ്ങളിലായി വിവിധ കാലങ്ങളിലായിട്ട് 54 വർഷം ആകെ മൊത്തത്തിൽ ഭരിച്ചിട്ടുണ്ട്. അതിൽ BJP 15 വർഷത്തോളം ഭരിച്ചിട്ടുണ്ട്. ഒന്ന് അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരും ഇന്ന് നരേന്ദ്രമോദിയുടെ കീഴിലുള്ള സർക്കാരും 12 വർഷത്തോളമായി. ഇതിന്റെ ഇടയിൽ ടെക്നോളജിയുടെ വളർച്ചയുടെ കാര്യമൊന്നും പറയരുത്. കാരണം ഇതിന് മുമ്പ് ഞാൻ മറ്റൊരു വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ജപ്പാനിലെയും മറ്റു രാജ്യങ്ങളുടെയൊക്കെ വികസനത്തിന്റെ വളർച്ച എത്രത്തോളം ആയിരുന്നു, അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സ് അവിടെ എത്രത്തോളം നടന്നു 1964കളിലൊക്കെ. 2014 BJP സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യയിലെ ദേശീയപാതയുടെ നീളമെന്ന് പറയുന്നത് 91,287 കിലോമീറ്റർ ആയിരുന്നു. അതിന്ന് 61% വർദ്ധിച്ച് 1,46,572 കിലോമീറ്ററായി മാറി. 54 വർഷവും 15 വർഷവും. അതേ ടെക്നോളജി വെച്ച് ചൈന, ജപ്പാൻ, അമേരിക്ക പോലുള്ള രാജ്യങ്ങളൊക്കെ നമ്മളെക്കാൾ എത്രയോ മുന്നേ കയറിപ്പോയി അന്ന്. പക്ഷേ ഇന്ന് നമ്മൾ അവരെക്കാൾ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡൽഹി മീററ്റ് എക്സ്പ്രസ് വേ, ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ, ദ്വാരക എക്സ്പ്രസ് വേ, പൂർവാഞ്ചൽ എക്സ്പ്രസ് വേ, ദ്വാരക എക്സ്പ്രസ് വേ, ബാംഗ്ലൂരു ചെന്നൈ എക്സ്പ്രസ് വേ, അങ്ങനെ ഒരുപാട് വികസനങ്ങൾ, ഒരുപാട് എക്സ്പ്രസ് വേ നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അടൽ ടണൽ, അടൽ സേതു, മിസ്സിംഗ് ലിങ്ക് പ്രോജക്ട്, മുംബൈ മിസ്സിംഗ് ലിങ്ക് പ്രോജക്ട്, അങ്ങനെ ഒരുപാട് പ്രോജക്റ്റുകൾ നടന്നു കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് അശ്വിനി വൈഷ്ണവിന്റെ കീഴിലുള്ള കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ കീഴിലാണ് ചെനാബ് പാലത്തിന്റെയൊക്കെ നിർമ്മാണം നടന്നത്. അതേസമയം കേരളത്തിൽ ഒരു ചെറിയ ഇടറോഡ് ഇന്റർലോക്ക് പാകുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു പാലം കെട്ടുകയാണെങ്കിലോ മുഴുവൻ ഫ്ലെക്സ് വെപ്പായി, പരസ്യമായി, റീല് പിടുത്തമായി, അതിന്റെ മേലെ കൂടെ നടത്തമായി. എന്തെല്ലാം കാണണം, എന്തെല്ലാം കെട്ടുകാഴ്ചകൾ കാണണം. ഒരു ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചാൽ 50 ലക്ഷം രൂപയാണ് അതിന്റെ ചെലവ്. ആ ഒരു സമയത്തിന് നമ്മുടെ രാജ്യത്ത് വലിയ പ്രോജക്റ്റുകൾ, വലിയ വികസനങ്ങൾ സൈലന്റ് ആയിട്ട് നടന്നു പോകുന്നുണ്ട്. പക്ഷെ ഇവിടെ ആരും അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരുന്ന് കേന്ദ്ര സർക്കാരിനെ നോക്കി കുറ്റം പറയുന്നു, കുരയ്ക്കുന്നു. ഇതൊക്കെ ഇനിയെങ്കിലും മനസ്സിലാക്കണ്ടേ?